അബദ്ധവും നമുക്ക് മറക്കാൻ പറ്റാത്തതും നാണം തോന്നിയിട്ടുള്ള ഒരു 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 കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു നാടകം ഒരുപാട് സ്ഥലത്ത് കളിച്ചാൽ എവിടെ ചെന്നാലും ഫസ്റ്റ് അവതരണമൊക്കെ ഞങ്ങളുടെ ടീമിന് തന്നെ കിട്ടുമായിരുന്നു. ഒരു സ്ഥലത്ത് ചെന്നിട്ട് അന്ന് നല്ല മൂഡായിരുന്നു, എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു, ലൈറ്റൊക്കെ വർക്ക് ചെയ്ത് നമ്മുടെ ബാലഭവൻ രാജൻ എന്നൊക്കെ പറഞ്ഞൊരു ലൈറ്റ് ചെയ്യണ ആളാണ്. അപ്പോൾ നന്നായി. അതിൻ്റെ ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും ജഡ്ജസൊക്കെ കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നു. അതിൽ ഞാനൊരു നല്ല കാര്യം, ഒരു വയസ്സൻ നൂർന്ന് നിൽക്കാൻ വയ്യാത്ത മറ്റേ ആസ്മയും ചുമയൊക്കെ ഉള്ളൊരു വൃദ്ധനാണ്. അപ്പോൾ ഒരു മുണ്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെ അവശനാണ്. അപ്പോൾ മോളെ ഇങ്ങനെ തെരുവിലൂടെയൊക്കെ ആൾക്കാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവൾ വന്നിട്ട് തകർന്നച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തോളത്ത് വീണ് കരഞ്ഞിട്ട് അവളിങ്ങനെ ഓർന്ന് വന്ന് കാൽക്കല് നിൽക്കണം. അവിടെയാണ് ക്ലൈമാക്സ്. ഇത് ഞാൻ നിന്ന് മാട് പോലെ കരയണ്, ആൾക്കാരൊക്കെ ഭയങ്കര ചിരി, ജഡ്ജസൊക്കെ കുനിഞ്ഞിരുന്നൊക്കെ ചിരിക്കുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് നാടകം തീർന്നു. ആകെ വിഷമിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ പെണ്ണ് എൻ്റെ മുണ്ടും കൂടെ അഴിച്ചോണ്ട് പോയി താഴോട്ട് മുണ്ട്. അപ്പം ഞാനിത് അറിയണില്ല, എവളവിടെ ഇരുന്നുകൊണ്ട് മുണ്ടെടുത്ത് ഉയർത്തുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. അത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഈ തയ്യക്കാരനും കൂടെ ആയതുകൊണ്ടേ നല്ല ചുവന്ന നിക്കറൊക്കെ ഇട്ട് അതിൽ മറ്റേ ലേസൊക്കെ വെച്ച് രണ്ടിങ്ങനെ പോക്കറ്റൊക്കെ വെച്ചാണ് അടിയിലിട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കിളവൻ ഈ നിക്കറും കൂടെ കാണുമ്പോഴത്തേക്കുള്ള ഇതായിരുന്നു കാര്യങ്ങളത് അങ്ങനെ. ആ നടിയുടെ പേര് ഓർമ്മയുണ്ടോ? നടിയുടെ പേര് ഓർമ്മയുണ്ട്, അവരിപ്പോഴുണ്ട്. ഇപ്പോഴുണ്ടില്ല, അതുകൊണ്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും അവർ ഈ സമാഗമം കാണുന്നുണ്ടെങ്കിൽ അവർ ചിരിച്ചോളും. അല്ല, ഇത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളുടെ ഒരു സൗഹൃദം നാടകരംഗത്ത് നിന്നാണെന്ന് പറഞ്ഞു. അന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം സിനിമയിൽ വന്നിങ്ങനെ വലിയ നടനാവുന്നു? അല്ല, അതുമായിട്ട് അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തുമെന്നുള്ളത്. അത്ര ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും. ഞാനൊരു സംഘചേതന ട്രൂപ്പിൽ തിരുവനന്തപുരത്ത് കളിക്കുമ്പോഴത്തേക്കും ഒരു മാസത്തിന് മുമ്പ് ഞാൻ തയ്ക്കാൻ വേണ്ടി ഒരു ഷർട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വിളിച്ച് പറഞ്ഞു, ഇന്ന് കാർത്തിരുന്നാളിൽ നാടകമുണ്ട്. ആ ഷർട്ടും കൊണ്ട് പുള്ളി അവിടെ വന്നിരുന്നു നാടകം. അത്ര ആത്മാർത്ഥമാണ്. നാടകം കാണേണ്ട ഒരു അതെ 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 ഫൈനാൻസ് സൊസൈറ്റി ഫൈനാൻസിൻ്റെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ റെഡിയാക്കില്ല. നാടകത്തിൽ ഇടാനുള്ള ആവശ്യമുള്ള ഷർട്ടായിരുന്നു. അപ്പോഴേ നമ്മളൊക്കെ വിചാരിച്ചു ആള് നല്ല നാളെ എത്തും. അന്ന് ഇതിനേക്കാളൊക്കെ മെലിഞ്ഞിട്ടായിരിക്കുമല്ലോ, വല്ലാത്തൊരു രൂപമായിരിക്കും. അപ്പോൾ പൊതുവെ ഇന്ദ്രൻസിന് തന്നെ അറിയാമായിരിക്കും, ഈ രൂപം തന്നെ ആയിരിക്കാം അല്ലേ ഒരു പക്ഷേ നാട്ടിൽ. ഞാൻ കണ്ണാടി നോക്കി കരഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. എവിടെയോ അണ്ണൻ കളിക്കുന്ന നാടകം എപ്പോഴൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് കോമഡിക്കുള്ള കിട്ടിയിട്ടുണ്ട്. പിന്നെ പോയത് എനിക്കൊരു പുത്തൻതോപ്പിൽ എവിടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ കാലടി ജയൻ ചേട്ടനൊക്കെ ആയിരുന്നു ജഡ്ജി, ഫ്രെഡി എന്നൊക്കെ പറയുന്ന ആളാണ് അവർ. അപ്പോൾ അതിലാകണ്ട് ജഡ്ജ് അവർ വേറൊരാളാണ്, ചെറിയ രാമകൃഷ്ണൻ ആരോ പറഞ്ഞപ്പോഴത്തേക്കും ജഡ്ജിൻ്റെ വായിച്ചതിൽ സംവിധായകൻ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെട്ടു, പോലീസുകാരനായിട്ട് അഭിനയിച്ചാൽ അതിന് യാതൊരുവിധ ശാരീരിക യോഗ്യത ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നീടാണ് ജിമ്മിലൊക്കെ പോയി തടി വയ്ക്കണമെന്നൊക്കെ തീരുമാനിച്ചത്. അങ്ങനെയാണ്. തടി വെച്ചോ? അയ്യോ കൂടാ, ഒരു അരിയില്ല. ആ ശരീരം തന്നെയായിരുന്നു ഒരു പരിധി വരെ സിനിമയിലോട്ട് ഒരു കാരണമായിരുന്നു. അതിപ്പോ ചില നടന്മാർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാറുണ്ട്. മാമുക്കോയ പിന്നീട് തോന്നിയിട്ടുണ്ട് ഞാൻ അതൊരു കാരണമാണ്. ഒരുപാട് ഞാൻ എൻ്റെ ശരീരത്തിന് ഒരുപാട് പീഡിപ്പിച്ചല്ലോ എന്ന് പിന്നീട് എനിക്ക് വിഷമം തോന്നി. ഈ ശരീരമാണ് എൻ്റെ അന്നമായി മാറിയത്.